മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്നും തുടരുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പരാമർശം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം വൈദികന് നേരെ ചില ചെറുപ്പക്കാർ ആക്രമണം നടത്തിയതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇന്നവിടെ സംസാരിച്ചത്. ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. നേരത്തെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ മടവൂർ ഈ സംഭവത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ചില മുസ്ലിം ചെറുപ്പക്കാരെ മാത്രം പിടികൂടുകയായിരുന്നു ഈ സംഭവത്തിൽ എന്നതായിരുന്നു ഹുസൈൻ മടവൂരിന്റെ പരാമർശം. ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ്. അവിടെ അക്രമം കാട്ടിയവരെ തെരഞ്ഞു പിടിച്ചല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ അക്രമം കാട്ടിയവരെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. പള്ളിയിൽ കാട്ടിയത് തെമ്മാടിത്തമാണ് എന്നാണ്, ഈ ചെറുപ്പക്കാർ കാട്ടിയത് തെമ്മാടിത്തം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഹുസൈൻ മടവൂരിനുള്ള മറുപടിയാണ് ഇത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇത് ശരിക്കും ഹുസൈൻ മടവൂരിനുള്ള ഒരു മറുപടിയായില്ലേ? തീർച്ചയായും മഞ്ജുഷ, പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെയാണ് വാഹനം ഇടിപ്പിച്ച ആ കേസ് വലിയ വിവാദമായിരുന്നു. അവിടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചു നടക്കമുള്ള കുറ്റങ്ങൾക്ക് പലരുടെ പേരിലും കേസെടുത്തിരുന്നു. അതിൽ 18 പേർ മുസ്ലിം യുവാക്കളാണ്. അവരെ മാത്രം പ്രതി ചേർത്തു എന്നതാണ് വലിയ ആരോപണമായി ഉയർന്നു വന്നത്. തെരഞ്ഞുപിടിച്ചു പ്രതി ചേർക്കുകയായിരുന്നു എന്ന ആരോപണം വന്നത്. ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ KNM നേതാവ്, കേരള നദ്വത്തുൽ മുജാഹിദിൻ നേതാവ് ഹുസൈൻ മടവൂരാണ് ഈ വിഷയം പ്രതിപാദിച്ചത്. ഒരു വിഭാഗത്തിലെ മാത്രം ചെറുപ്പക്കാരെ പ്രതി ചേർത്ത് പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് ശരിയായില്ലാത്ത അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയുടെ വേദിയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത്, അവിടെ ഈരാറ്റുപേട്ട പള്ളിയിൽ അവിടെ കാട്ടിയത് തെമ്മാടിത്തമാണ്. എന്ത് തെമ്മാടിത്തമാണ് അവിടെ യഥാർത്ഥത്തിൽ കാട്ടിയത്? ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം ആളുകളും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതും. പക്ഷേ അവിടെ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രതിയേർക്കുകയായിരുന്നില്ല പോലീസ് ചെയ്ത്. പോലീസിനെ എല്ലാവർക്കും വിമർശിക്കാം, തെറ്റുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താം, അത് തിരുത്താൻ തയ്യാറാണ്. ഹുസൈൻ മടവൂരെ പോലെ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത്തരം തെറ്റായ ധാരണ പുലർത്തരുത്. ശരിയായ കാര്യങ്ങൾ ആകണം അദ്ദേഹം പറയേണ്ടെന്ന ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി അവിടെ നൽകിയത്. അതായത് അവിടെ മുസ്ലിം വിഭാഗ യുവാക്കളെ തെരഞ്ഞുപിടിച്ച് പ്രതിയേർക്കുക, മറിച്ച് അവരാണ് അതിലുണ്ടായിരുന്നത്. അവിടെ ആ ഫാദറിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ തന്നെ ശ്രമം നടന്നുവെന്ന വിവരമാണ്, പോലീസിന് ലഭിച്ച വിവരമാണ് മുഖ്യമന്ത്രി അവിടെ പങ്കുവച്ചത്. ശരി അരുൺ, മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം, അതിനെക്കുറിച്ച് അത് കേൾക്കാം, അത് നേരിട്ട് കേൾക്കാം. ഇയാൾ യഥാർത്ഥ പുതിയാണ്, നിങ്ങൾ കാണുന്നത് പുതിയല്ല. ഈ കളവ് കേസിൽ പൂർണ്ണ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ എന്താണ് പൂർണ്ണ ഇവിടെ ഈരാറ്റുപേട്ട കാര്യം പറഞ്ഞില്ലേ, എന്ത് കാണാനാണ് കാണിച്ചത്? യഥാർത്ഥത്തിൽ ആ പാത നേരെ വഴി കേട്ടില്ലേ, യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടില്ല. ആ പോയ കൂട്ടത്തിൽ സ്വാഭാവികം നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ചെറുപ്പക്കാർക്ക് തെറ്റുകൾ. വൈദികനെ ആക്രമിക്കാൻ ശ്രമിച്ചത് അത് തെമ്മാടിത്തമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതല്ലാതെ ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ മാത്രം അവിടെ പ്രതി ചേർക്കുകയായിരുന്നില്ല, അതിൽ ഉൾപ്പെട്ടിരുന്നവരെ തന്നെയാണ് പിടികൂടിയത് പോലീസ് എന്നാണ് മുഖ്യമന്ത്രി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞത്. ഇതേ വേദിയിൽ തന്നെ ചില അനിഷ്ടവും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം അവതാരക നല്ല പ്രസംഗമാണ്, ഇതിന് നന്ദി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അവതാരകയെ തിരുത്തുകയുണ്ടായി. അത്തരമൊരു കമന്റ് വേണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അനിഷ്ട പ്രകടനം. അതിലേക്ക് പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മ ഇതിൽ കമൻറ്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇന്നത്തെ